അതെ, ഭയങ്കര മഴയാണ്. കൊടുമഴ എന്ന് പറഞ്ഞ കൊടുമഴ. അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാ, ആഹാ എന്ത് രസാ ഈ മഴയും ചൂടും. എവിടെയും ഇരിക്കാൻ പറ്റില്ല, വെള്ളാകെ ദാഹിക്കുന്നു. ഭഗിനി കൃപാരസ കൊള്ളി നമുക്ക് നന്നാക്കാം. കൂട്ടാൻ തിളക്കി നോക്കിയാൽ ചമ്മഴപ്പഴി ഇരിക്കണ്ട. ഞാൻ ചമ്മഴപ്പഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷി, ഒരു വലിയൊരു കിളി വരും, അതിന് ചിറകിട്ട് അടിച്ചു കൊടുക്കും കുറേ നേരം. നല്ല ടേസ്റ്റുള്ള കൊള്ളിയാ. ചൂട്ടോടെ നിന്ന് കഴിക്കില്ല. മഴ നിന്ന് നോക്കിയാ അടിപൊളി മഴയുണ്ട്. നല്ല രസമായി. അതെ, ഭയങ്കര മഴയാണ്. കൊടുമഴ എന്ന് പറഞ്ഞ കൊടുമഴ. പറയുന്നതൊന്നും എല്ലാം കേൾക്കണ്ട. മഴ ഭയങ്കരമായിട്ട് പെയ്ത് കഴിഞ്ഞപ്പോഴേ കാലത്ത് തോന്നിയൊരു ഇതാണ് കേട്ടോ. ഇന്നലെ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, പിന്നെ നമ്മുടെ കൊള്ളി കപ്പ. ഇതിന് ഈ മഴ പെയ്യുമ്പോൾ ഈ കൊള്ളിയും ഇത് ചാള കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴന്ന് സൗദി അറേബ്യയിലുള്ള സജീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നെന്നുള്ളത് ഓർമ്മയുണ്ടാവും. ആളൊരു മീൻ ചാള കൂട്ടാൻ വെച്ചു. അപാര ടേസ്റ്റാണ് ആ സാധനം വെക്കാൻ പോണത്. നമ്മൾ വീട്ടിൽ വെക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മൾ അതാണ് ചെയ്യുന്നത്. മഴയാണ്. ഈ മഴയത്ത് ഇങ്ങനെ കുഞ്ഞു കൂടി ഇരുന്ന് ഈ ചൂട്ടത്ത് ഇങ്ങനെ ഇരിക്കാൻ രസമാണ് കേട്ടോ. അപ്പം നമ്മളിത് നമ്മുടെ ചട്ടി കണ്ട, ചട്ടി ആദ്യം തന്നെ അടപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. ചട്ടി അടപ്പത്ത് വെച്ചു. ഭയങ്കര കാറ്റ് വരുമ്പോഴേ ചെറിയ ചെറിയ തുള്ളികളൊക്കെ വീഴും. ചെറിയ തുള്ളിയല്ല, വലിയ തുള്ളിയാന്ന് വീണു. നീ നോക്കിയോട്ടെ, എൻ്റെ മേത്ത് വീണ്ടോ നോട്ടെ. എൻ്റെ മേത്ത് ഇതുവരെയായിട്ട് വീണിട്ടില്ല. ആ വീണു. വിശ്വാസായ ഞാൻ പറഞ്ഞത് സത്യം മനസ്സിലായില്ലേ? തുള്ളി വീണു. നല്ല മഴയും. അതേ, സരിതിയാണ് വെക്കുന്നത്. ഞാൻ കൊള്ളിയാന്നാക്കാൻ പോണത്. നമ്മുടെ ചട്ടി ചൂടായി കേട്ടാ. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണോ? അത്ര വെളിച്ചെണ്ണ ഒഴിച്ചാൽ അധികം മതി. എങ്ങനെ എടുക്കണു? ഇതിലേക്ക് ഒഴിക്കും. ചൂടായിലേക്ക് ഒഴിക്കും എല്ലാവരും. വേറെ പിഞ്ഞാണൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. ഇതില് 2 വട്ടം വെളിച്ചെണ്ണ ഒഴിക്കും. അത് ഓർമ്മയില്ലാണ്ട് ഞാൻ ഒഴിച്ചു. കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളില ഇളക്ക്. അതെ, ഇത്തിരി വെളിച്ചെണ്ണ കൂടുതലുണ്ട്. നമ്മുടെ ഇഞ്ചി ഇരുന്നിട്ടായിരിക്കും. ഇഞ്ചി അടുത്ത പ്രാവശ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ. അതായത് വിനീത എന്ന് പറഞ്ഞല്ലോ, നമ്മൾ വെളിച്ചെണ്ണ കൂടുതലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അതേപോലെ തന്നെയായി. അപ്പോൾ ഈ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നടു 2-3 പീസുകളായിട്ട് മുറിച്ചിട്ട് അത് നാക്കണം. സബോളയിൽ നിന്നല്ല, ചെറിയ ഉള്ളിയാണ്. ആഹാ എന്ത് രസാ ഈ മഴയും ചൂടും ഇതൊക്കെ. അതായത് കാറ്റടിൻ്റെ ആകുമ്പോൾ ഇത് ഉണ്ടാകുമ്പോഴൊക്കെ വെള്ളം അതിൽ നമുക്ക് കുത്തി തെറിച്ചിട്ട് നമ്മുടെ മേത്തിക്കാണ്ട് തെറിക്കണേ. അതന്നെ. ഇന്ന് ശരിക്കും ഇത് വെക്കാൻ വിചാരിച്ചു നടന്നില്ല. ഈ മഴ പെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു മഴയുടെ ഇതില് ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കമന്റ് ഉണ്ടായിരുന്നു. ഞാനാണ് പറയില്ലേ, മഴ പെയ്തപ്പോ കമന്റ് വന്നു. മഴ ഇന്നാ പെയ്ത. അല്ല, മഴ പെയ്തപ്പോ കമന്റ് എങ്ങനെ വരാ? മഴ പെയ്തപ്പോ കമന്റ് വന്നല്ല, മഴയുള്ളപ്പോ കുടിലിരുന്നിട്ട് പാചകം ചെയ്യണം. അല്ല, ഇത് ഓട്ടോമാറ്റിക് മഴ വന്നല്ലേ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ പാചകം ചെയ്യുന്നത് മഴ പെയ്യുന്നല്ലേ. അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒക്കെ ഒരു ദിവസം മഴ പെയ്യുമല്ലോ. നമ്മള് കുടിലാണെങ്കിൽ എന്നും പാചകം ചെയ്യണതാ. പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതാണ് ഉണ്ടായത്, അല്ലാണ്ട് വേറെ ഒന്നല്ല.
അപ്പൊ അങ്ങനത്തെ കമന്റ് വന്ന കാരണോട് ചേട്ടൻ വിചാരിച്ചു ഇന്ന് ചാളയും കൊള്ളിയും വെക്കാന്ന്. ചാളയും കൊള്ളിയും വെക്കാന്നും വിചാരിച്ചല്ലോ. ഇതൊക്കെ അതായത് മഴ പെയ്തു അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ചൂട്ടോടെ ജഗു സ്കൂളിൽ വിട്ട് വരുമ്പോ ഈ ചാളയും കൊള്ളിയും കൊടുക്കാൻ ചിറ്റാ. അതും ഒരു കാരണമാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ ഇത് വാടട്ടെ, കുറച്ച് നേരം വാടട്ടെ കേട്ടോ. നോക്കി നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ ഇഞ്ചി കഴിയുമ്പോൾ പിന്നെ ഇരിക്കുന്നതേ ഒരു വിധം ലെവലായി. മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ഏകദേശം 1/2 കിലോ അല്ല അധികം ചാള എടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇത്തിരി കൂടുതലിടും. പിന്നെ മുളക് പൊടി. ഈ മുളക് പൊടി അത്ര ഭയങ്കര എരിവുണ്ട് തരുതാ? എരിവുണ്ട് ആവശ്യത്തിന്. മുളക് പൊടി പിന്നീടത് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ജീരകത്തിന്റെ പൊടി. അതിനിടണല്ലോ. പെരിഞ്ജീരകത്തിന്റെ മണം ഇതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ മുന്നിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ പേടിക്കണ്ട. മിളക് തുടങ്ങി എടുക്കല്ലേ? എടുക്കണം. അപ്പൊ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചു കൊണ്ടിരുന്നത് ഇതൊരു അരപ്പാണ് കേട്ടാ. ഈ അരപ്പ് അരച്ചു കൊണ്ടുപോകാം. എന്നിട്ട് ബാക്കി കാര്യമല്ലോ ചൂടാറിയിട്ട് അരയ്ക്കുക. മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നോ. ഇവിടെ അമ്മീമ അരക്കായിരുന്നു വേണമെങ്കിൽ. പക്ഷെ ഭയങ്കര പറഞ്ഞേരാണോ ചുമക്കണേ? ഉടനെ പിടിക്കാൻ പറ്റില്ല. അത് മൂടിക്ക. ചട്ടി കരിയണു അതാണ് ഈ ചുമ വരണേ. ചട്ടി ഇപ്പൊ ഒന്നും ചെയ്യില്ല. ഇത് ഭയങ്കര തീയാണല്ലോ. അല്ലേ? ഒരിക്കലും തീയാണ്. ഡ്രസ് തീ പിടിക്കണ്ടേട്ടാ. ഇങ്ങനെ വെച്ചിട്ട് തീ പിടിക്കണ്ട. അയ്യേ കസറില് വെള്ളായി. ഇവിടെ ഒരു ചോർച്ചയുണ്ടല്ലോ ചേട്ടാ. വെള്ളം തരിത് അരച്ചുകൊണ്ടിട്ടാ മിക്സിയിൽ. ഇതാണ് ഇല്ല വലിയ കൂടെയാ. ശരിക്കും പിടിച്ചുണ്ട്. പിടിച്ച് കാണുമ്പോ നല്ല തീ വീഴും തോന്നുന്നു. എന്റെ കയ്യില് ഇതുണ്ട് മറ്റേ സാധനം താക്കോല്. അടിപൊളി മഴയായി. തരിത അരച്ചതും കൊണ്ട് വരുന്നുണ്ട് കേട്ടാ. അതിൻ്റെ മഴ ഇങ്ങനെ അരച്ചു കേട്ടാ. നല്ല മണമുണ്ട്. നമ്മുടെ ഈ ചട്ടിയിൽ തന്നെയായിട്ട് വയ്ക്കുക. കഴുകൊന്നും വേണ്ട. അന്നും അവർ വെച്ചപ്പോഴും കഴുകിയില്ല. അതിൽ തന്നെ വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കിട്ടാ. സരിതിയാണ് വെക്കണേന്നും പറഞ്ഞിട്ട് ചേട്ടനാണല്ലോ ചെയ്യണത്. അല്ല ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ചേട്ടൻ ചെയ്തോന്ന് വെച്ചാ. ചേട്ടൻ എന്താണോ നല്ല ഉഷാറുണ്ട് മീൻ കൂട്ടാൻ വെക്കാൻ അല്ലേ? കൊള്ളിയാന്നാക്കണം. അല്ല അത് കൂട്ടാൻ അടുപ്പത്തായി കൊള്ളിയാന്നാക്കിയാൽ മതി. ഇപ്പൊ തീ കെട്ടു തോണു. തീ കെട്ടു ഇല്ല. തീയേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് വെള്ളം പോയുള്ളോ. നീ ഇപ്പൊ അവിടെ കിടന്നറിഞ്ഞിട്ട് കാര്യന്നില്ല. എവിടെയും ഇരിക്കാൻ പറ്റില്ല വെള്ളാകെ. അതന്നെ നിന്ന് നീ നിലത്തിരുന്നത് ഇവിടെ ഇരുന്നോ വേണമെങ്കിൽ. അപ്പൊ തലയിലേക്ക് വെള്ളം വീഴും. എവിടെയെങ്കിലും ഇരിക്കും. നല്ല പോലെ തീ കത്തിടുന്ന ദാഹിക്കുന്നു ഭഗിനി കൃപാരസ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം തണ്ണീർത്താശിനി തരികന്നില്ലേ? എന്തുകൊണ്ട് അതെ പറഞ്ഞോ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് ഉലുവിടുന്നു കേട്ടാ. എനിക്ക് ഈ ഉലുവിടുന്ന കാണുമ്പോഴേ ഒരു ചാനൽ നീ സരിത എനിക്ക് കാണിച്ചു തന്നിട്ടാ. ഏതോ ഒരു രാജ്യത്താണ് പാചകം ചെയ്യുന്നത് ഒരു പെൺകുട്ടി. പെൺകുട്ടിയൊന്നല്ല, അത്യാവശ്യം പ്രായമുള്ള ചേച്ചിയാ. അപ്പൊ ഇന്ദ്രഞ്ജനിയിലേ ഒരു സാൽമൺ മീൻ കറി നമ്മുടെ സാധനം പോലെ വെക്കില്ലേ. അത് വെക്കണതും രസം. വളരെ ശാന്തമായിട്ടാണ് കേട്ടാ. ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്ക് കാണാം. പക്ഷെ ആളുടെ മുഖത്ത് ചിരിയൊന്നുമില്ല. ആരോ പേടിപ്പിച്ച് ചീപ്പിക്കണം. ഒരു ഭാവോലും ഒന്നുമില്ല. ഇതൊരു മീൻ കറിയില് ഒരു 1/2 കിലോ ഉലുവിട്ടുണ്ട്. അതിന്റെ കമന്റുകൾ അത് പിന്നെ പറയാം അതിനെ കുറിച്ചിട്ട്. നമുക്ക് നമ്മുടെ ഈ സാധനങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് 4 പച്ചമുളക് ഇടുന്നുണ്ട്. ഈ പച്ചമുളക് നോക്കിയാ ഇതിവിടെ ഇല്ലേ, ഇതിവിടെ നിന്ന് പിടിപ്പിച്ചിട്ടുള്ള കണ്ട. അങ്ങനെയാണ് ചെയ്തോളൂ കേട്ടാ. പാത്രം നമ്മൾ പണ്ട് വയ്ക്കില്ല ഇങ്ങനെ വെള്ളം വീണോടത്ത് പാത്രം. പിന്നെ കുറച്ച് വേപ്പിലിരുന്നു. എന്നിട്ടൊന്ന് അത് മൂപ്പിക്കണം. അരപ്പല്ലേ? ഞാൻ അരപ്പാണ് അടുത്ത് തരാൻ പോകുന്നത്.
ആ കൂട്ടാൻ വെപ്പ് കഴിഞ്ഞെങ്കിൽ ചിരിച്ചിരിച്ചിരി മണ്ണ് പോവും. നമുക്ക് കമൻറ്റുകൾ അയച്ചിരിക്കുക. ആ ചേച്ചിയുടെ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഭയങ്കര ഫേമസ്. എല്ലാതും കുറേ വിൽക്കും. നമ്മളിങ്ങനെ കാണില്ലേ എവിടെയും. കാണും കാറ്ററിംഗ് ഉള്ളവരും അങ്ങനെയുള്ളവരൊക്കെ കുറേ വെക്കണത് നമ്മൾ ഉരുളിയിലൊക്കെ വെക്കണത് കാണും. പക്ഷേ ഈ ചേച്ചി വളരെ ശാന്തമായിട്ട് അമേരിക്കയിലത്തെ എവിടെയോ ഒരു നല്ല മോഡേൺ കിച്ചണിലാണ് ആളെല്ലാം ചെയ്യണേ. നല്ല സമാധാനപരമായിട്ട് ശാന്തം. സമാധാനം ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വരും. ഒരു പിശുക്കുമില്ലയോ ഒന്നുമില്ല, ഇഷ്ടം പോലെ സാധനങ്ങൾ. അങ്ങനെ പറയട്ടെ. ഓരോരുത്തർ കമന്റ് ഒരു മാസത്തേക്ക് ഒരു കൊല്ലത്തേക്ക് ഉലുവ ഒരു കൂട്ടാനിലേക്ക് എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ ഉലുവ ഇത്തിരി കുറഞ്ഞു പോയി. 1/2 കിലോ കൂടി ഇടാമായിരുന്നു. നോക്കിയാൽ ഇതിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടുക്കി നമ്മുടെ ഈ അരപ്പില്ലേ നോക്കിയാൽ ഈ അരപ്പ് നമുക്ക് ചേർക്കാട്ടോ. ഇടുക്കി ഇതൊന്ന് ശരീരത്തിന്ന് കഴുകി അല്ല ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് കൊടുത്തുന്ന ഇതേ നമുക്കത് ഇളക്കാം. സൂപ്പർ കൂട്ടാട്ടത്. ഇനി വീണ്ടും ആക്കാം. അങ്ങോട്ട് ഉള്ളതാ അല്ലേ. എനിക്ക് ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനിയും വേണ്ടി വരും. ഇത് വീണ്ടും കഴുകേണ്ട വരും. കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു വട്ടം കൂടി മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാല് കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരും. അല്ല കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. ഇപ്പൊ ഞാൻ അവിടെ വരെ പോണ്ടേന് വേണ്ടീ, അതൊന്നും വേണ്ടീ. നമ്മൾ കുടംപൊടി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ കുടംപൊടി ഇരിക്കുന്നു കേട്ടോ. വെള്ളം ഒഴിച്ചില്ല. എന്നിട്ട് കൂട്ടാനിൽ പുളി കുറവായിരുന്നു. അതന്നെ ഓർമ്മയിട്ടാ. ഓ അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവർക്ക് ആ വെള്ളം ഒഴിക്കണ്ട. ഇനി ചാളകൾ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് ഇടുന്നത് കേട്ടോ. അവര് നുറുക്കിയതൊക്കെ. അപ്പൊ നമ്മൾ അത് ഇടുന്നു. അന്ന് വന്ന ചേച്ചി മീൻ കഴിക്കില്ല അല്ലേ? ഇനി മിക്സ് ചെയ്തിട്ട് ഇനി സരിത എടുക്ക്. കഴുകി ഇത്തിരി കൂടി വെള്ളമാക്കിക്കോ. നന്നായി വെള്ളമാക്കിക്കോ. വെള്ളം പോരാ, ഇതിലേക്ക് ചാറ് വേണം. ചാറിലേക്ക് വെള്ളം ഒഴിച്ചാൽ പോരാ, ഇതിലേക്ക് തന്നെ ഒഴിക്കണമെന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ കുടംപുളിയിൽ വെള്ളം കൂടി ഒഴിക്കാം. പുളി പോരാണെങ്കിലോ ഒഴിച്ചോ. അപ്പൊ നമുക്ക് ഈ അല്ല കുടംപുളിയിൽ വെള്ളം കൂടി ഒഴിക്കാം കേട്ടാ. അല്ലേ പുളി ചിലക്ക് ഉണ്ടായില്ലെങ്കിലോ. നീ അലങ്കരിച്ച് നോക്കുക. അങ്ങോട്ട് തന്നെ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടി വെള്ളം വേണമായിരിക്കും. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കണമെന്നുണ്ടോ ചേട്ടൻ? തിരുമ്പ് ഒഴിച്ചോ? അല്ല ഇതിലത്തെ അജിത്തും കൂടി പോന്നോട്ടെ വെച്ചിട്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മഞ്ഞൾപ്പൊടി മറ്റേലിട്ടിട്ട് ഇതാക്കില്ല. മഞ്ഞൾപ്പൊടി ഉപ്പും വേണം കേട്ടാ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു. തീ കത്തില്ല ചേട്ടാ. ഇനി നമ്മൾ ഉപ്പ് ഇടുന്നു കേട്ടാ. ഈ ഇത് അടിപൊളിയിൽ കത്തിക്കും. ഇനി നമ്മൾ നന്നായി തീ കത്തിക്കണം. നന്നായി തീ കത്തിക്കില്ല, ആവശ്യത്തിന് തീ കത്തിക്കുക. അടിപൊളി തീ കത്തണണ്ട. നല്ല ഭംഗിയിൽ തീ കത്തി കിടന്നതാ. ആ സമയത്തെല്ലാം അരയ്ക്കാനായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതോടുകൂടി തീ കത്തലൊക്കെ കെട്ടു. നമ്മുടെ കൊള്ളിയിൽ അയ്യോ ഇതിലൊരു ചാളയും കൂടി ഉണ്ട്. ചാള കഷ്ണം കൂടി ഉണ്ട്. അങ്ങോട്ട് പോടാ. കൊള്ളി നമുക്ക് നന്നാക്കാം. കൊള്ളി നമ്മുടെ വീട്ടിലില്ല. ഞാൻ അപ്പോൾ വാങ്ങിക്കുകയും ചെയ്തേട്ടാ. കുറേ നാളായി നമ്മൾ കൊള്ളി കഴിച്ചിട്ട്. ഇല്ലേ സരിത? ഞാൻ ആലോചിക്കായിരുന്നു കൊള്ളി കഴിച്ചത്. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളായി. ഓർമ്മയില്ല. പുഴുങ്ങാണോ ചെയ്യണേ? ഏയ് അത് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കാം. അല്ല രസം. നമ്മുടെ വീട്ടിൽ അമ്മേരെ കാലത്ത് ഒരിക്കൽ പോലും അമ്മ ഇങ്ങനെ കൊള്ളി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഉച്ചരിഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ കട്ടൻ ചായക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അതിന് പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് വേണം ഇങ്ങനെ ഇതിങ്ങനെ ആക്കിയിട്ട് കഷ്ണങ്ങളായിട്ട് പുഴുങ്ങുള്ളൂ. എൻ്റെ വീട്ടിലോ ഇതിന് നടു മുറിക്കും. നടുമുറിക്കും.
അതെന്താ വെച്ചാൽ അംഗങ്ങൾ കൂടുതലുള്ള വീടുകളിൽ അമ്മമാർ മാത്രമല്ലേ പണിയേണ്ടാവുള്ളൂ. അല്ല എന്റെ വീട്ടിൽ ഇപ്പോഴും പുഴുങ്ങ അതെ, നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ഓ എന്തൊരു ടേസ്റ്റ് ചമ്മന്തി എന്ന് അറിയോ. ആ ചമ്മന്തി കൂടെ കൂട്ടി കൊള്ളി പുഴുങ്ങിയത് കഴിക്കുക. കാന്താരി നമ്മുടെ അങ്ങനെ ചെയ്യില്ല ഇവിടെ. അങ്ങനെ ഒരിക്കൽ പോലും അമ്മ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ചാള കൂട്ടാൻ വെക്കുമ്പോഴും കൊള്ളി പുഴുങ്ങും, എന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി പുഴുങ്ങും. അതിലേക്ക് ചാറ് ഒഴിച്ചിട്ട് അത് ഉടയ്ക്കും. ഉടക്കൊന്നുമില്ല, അല്ലാണ്ട് വെറുതെ മുക്കി കഴിക്കും. ആ അതിൻ്റെ അല്ലേട്ടനാണ് ഭയങ്കര ആസ്വദിച്ച് തിന്നേട്ടാ ചാള. മീൻ കൂട്ടാണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളേ, ഈ സാധനം നല്ല വേവുള്ള ഉള്ളി ഉണ്ടാവില്ല, അതിലേക്ക് മുക്കിയിട്ട് തിങ്ങിയിട്ട് ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിങ്ങനെ എന്നിട്ട് അതന്നെ ഇങ്ങനെ കടിച്ചിങ്ങനെ ഈ കുടിയുമ്പോൾ ആ വേര് മാത്രല്ലേ നടുവിലത്തെ ഞാരില്ലേ അത് മാത്രമായിട്ട് പോരും. അല്ല ചെറുപ്പത്തിൻ്റെ ഓരോ കാര്യങ്ങളേ. വലിയേട്ടൻ അന്നും ഇന്നും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ 3 പേരിലുള്ളൂ. നമുക്കിപ്പോൾ എന്തോരം വേണം. ഇവരൊന്നും അധികം കഴിക്കണില്ല, ഞാനാണ് പിന്നെയും കഴിക്കുക. പക്ഷേ ഈ കൊള്ളി കൂട്ടാനും ഈ ചാളയുമ്പോൾ സൂപ്പറാണ് കൂട്ടാ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കാരണം അങ്ങനെ ഇല്ലാവോ കഴുക. മഴക്കാകുമ്പോൾ കൂട്ടിലേക്ക് പോവും. അവരെ കൂടും മോൾ ഭാഗം തുറന്നിരിക്കുന്ന കൂടല്ലേ, നനയില്ലേ. അത് പ്രകൃതി അവർക്ക് ജീവിക്കേണ്ട ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അറകണന്മാരെന്ന് പറഞ്ഞ ജീവികൾ എങ്ങനെ ജീവിക്കും? അവർക്ക് വീടും കൂടുമൊക്കെ പണിയാൻ പറ്റുമോ? എന്താ കൂട്ടാൻ തിളക്കി നോക്കിയേ, കൂട്ടാൻ തിളക്കി നോക്കിയേ, എന്തൊരു ഭംഗിയാ. ഇത്രയ്ക്ക് കൊള്ളി വേണം സരിത? എനിക്കറിയില്ല, ചേട്ടനല്ലേ പറഞ്ഞ കഴിക്കണ ആള് ചേട്ടനല്ലേ. കൂട്ടാൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടാ. ചമ്മഴപ്പഴിട്ടിരിക്കണ്ട ഞാൻ കൂളായിട്ട്. എന്തായിനി ഞാനൊരിക്കും ഒരുവിധം പ്രായമായിട്ട് ചമ്മഴപ്പഴിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടെല്ലാവരും ചമ്മഴപ്പഴിട്ടിരിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ഊണുമേശയും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോടുകൂടി ആളുകൾക്ക് ചമ്മഴപ്പഴിട്ടിരിക്കാൻ പറ്റാണ്ടായി. അത് ശരിയാ. അപ്പോൾ ആളുകൾക്ക് മുട്ടുവേന. ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്നറിയോ? നമ്മളെപ്പോഴായിരുന്നു കുറച്ച് നാൾ അടുപ്പിച്ച് നമ്മൾ ഊണുമേശ വാങ്ങിച്ചപ്പോ നമുക്ക് രണ്ടുപേർക്ക് മുട്ടുവേനോ അല്ല ചേട്ടന് മുട്ടുവേനോ വന്നു. ഊണുമേശയിരുന്നു ചോറിനെ വാങ്ങിച്ചപ്പോഴേ നമുക്കൊരു പൂതി ഉണ്ടാവില്ലേ? ഊണുമേശ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിരുന്ന് ഊണ് കഴിക്കാനായിട്ട് ഒരു പൂതി, ഒരാഗ്രഹം. അപ്പൊ അത് താമസായ സമയത്തല്ലേ, അപ്പൊ എത്ര കൊല്ലം മുന്നാന്ന് ആലോചിക്കണം. അന്ന് മുട്ടുവേന അല്ലേ? അതും സ്ഥിരമായിട്ടുണ്ട് ഊണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നപ്പോ 3 നേരം ആകുമ്പോഴായിരിക്കുക. അപ്പൊ പിന്നെ എന്റെ മുട്ടുവേന ഇതിന്റെ കാരണം മനസ്സിലാവണില്ല. ആരെ പറഞ്ഞു ചേട്ടനോട്? ആരെ പറഞ്ഞു? അപ്പൊ പിന്നെ വീണ്ടും ടിവിയുടെ മുമ്പിൽ നിലത്തിരുന്നിട്ടായി കഴിക്കല്. അപ്പൊ മുട്ടുവേനയൊക്കെ പോയി. ഒരാഴ്ച വേണ്ടി വന്നില്ല, അപ്പോഴേക്കും മുട്ടുവേന പോയി. സരിത മഴയത്ത് പാടാൻ പറ്റിയ പാട്ട് എന്നിട്ടാ കൊള്ളി കൂടുതലെടുക്കണമെന്നില്ലേ? ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ വീണ്ടും പിന്നെ കൊള്ളി നന്നാക്കി ആക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാം. ഇതിന് ചമ്മന്തി വേണ്ട. ഇത് എനിക്ക് സത്യം പറഞ്ഞ കൂട്ടാനേക്കാളും ചമ്മന്തി കൂട്ടിയിട്ട് തിന്നാൻ ഇഷ്ടം. നീ ചമ്മന്തി ഉണ്ടാക്കിയോ? നമ്മൾ ഞാൻ പോയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരട്ടെ അവിടെ അടുക്കളയിന്ന്? ഇപ്പൊ വേണ്ട. ഇപ്പൊ വേണ്ടെന്നോ? പിന്നെ എപ്പോഴാ വേറെ ഉണ്ടാക്കിയാൽ പോയി? പച്ചമുളക് കൂട്ടിയിട്ടാ? പച്ചമുളകും പുളിയും ഉള്ളിയും ഉപ്പും കൂടി അരക്കല്ലേ വേണ്ടോ? അത് നീ എന്ത് വേണമെങ്കിൽ ചെയ്യും. അപ്പൊ ഞാൻ പോട്ടാണ് ചോദിച്ചത്, അരച്ചിട്ട് വരട്ടേന്ന്. ഒരിക്കലും ഒരു കമ്പനിക്ക് ഈ മഴയല്ലേ? മഴ ജോൺസമാഷിന്റെ പാട്ട്. ഒരു പാട്ട് പാടിക്കറി. കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇനി നിന്റെ ജീവനിൽ അലിയൂ അലിയൂ അഭിലാഷപൂർണിമേ അനുരാഗിണി
ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ജോൺസൺ മാഷിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഈ പാട്ടല്ലേ എല്ലാവർക്കും ഓർമ്മ വരാ പെട്ടെന്ന്. അല്ലേ? ഓർമ്മ വരും. ഇതിന്റെ അടുത്ത പരിപാടി എനിക്ക് മറ്റേ എനിക്ക് അങ്ങനെ അറിയില്ല, വരികളൊന്നും അങ്ങനെ അറിയില്ല. എപ്പോഴും കേൾക്കണ പാട്ടാ, പക്ഷെ വരികളൊന്നും അറിയില്ല. ഇതിലത്തെ പാട്ടില്ലേ, പാവമ്പാവ രാജകുമാരത്തെ പാട്ട്. മറഞ്ഞതെന്തി സൗഭാഗ്യതാരമേ, ആ പാട്ട്. അതുപോലെ നമ്മുടെ നമുക്ക് പറക്കം മുന്തിരിത്തോപ്പൊളിക്ക് പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർളം പോൽ, അത് അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഭയങ്കര മെലഡി, സോഫ്റ്റായിട്ട് ഇങ്ങനെ പോകും, സമാധാനം. അത് ശരിയാ. ഒന്നുകൂടി വെറുതെ നിന്ന് കഴിയിട്ടേ കൊള്ളി നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വയ്ക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തിളക്കുണ്ട്. ഈ അടുപ്പത്ത് വെച്ചാൽ മതിയാ? ഇല്ല, ഈ സാധനം ഇറങ്ങിപ്പോയില്. കൂട്ടാനായില്ലേ? ഇപ്പൊ നമ്മുടെ കൂട്ടാനേ ഇങ്ങനെയായിട്ട് ചെറുതീരങ്ങട്, ചെറുതീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനലില് കിടന്ന് ഇങ്ങനെയായിട്ട് ഇരിക്കില്ല കേട്ടാ. അപ്പൊ നമ്മുടെ കൊള്ളി ഇവിടെ വെച്ചിട്ടുണ്ട്. കൊള്ളിയിലേക്ക് ഉപ്പിടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി, മൂടി വയ്ക്കുന്നു. മഴ പെയ്യുമ്പോഴേ നമുക്ക് അധികം വർത്താനം പറയാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കുക. ചെറുപ്പം കുഞ്ഞിതായിരിക്കുന്ന ടൈമില്, കുഞ്ഞിന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്രാവായിരിക്കുന്ന ടൈമില് നമ്മുടെ വീടിന്റെ തറവാടിന്റെ മുന്നിൽ വലിയൊരു അറയാണ്. അല്ല പറയണ്ടേ. അപ്പൊ അറയത്തിന്റെ മുന്നില് നോക്കിയ മുന്നിൽ ഇങ്ങനെയാണ് ഫുള്ള് പാടണം, നമ്മുടെ പാടം. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഈ വർഷകാലത്ത് ഇങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ പാടത്തേക്ക് മറ്റേ ഈ ഉറയൊക്കെ വെച്ചിട്ട്, ഉറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പല പല കളറുള്ള ഉറയായിരിക്കും, മഴ കൊള്ളാണ്ടിരിക്കാനുള്ള ഉറ. പാടത്ത് പണിക്ക് പോണവരെ കണ്ടിട്ടുണ്ടോ? പണ്ട് കാലത്തുള്ളവർക്കറിയാം. ചിലർക്കൊക്കെ വല്ലപ്പുഴ പെയ്തിട്ടുണ്ട്. അവർക്ക് നിലമുണ്ട് ഇവിടെ, അവർക്ക് കണ്ടമാന സ്ഥലമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പണിക്കാരെന്ന് പറഞ്ഞാൽ 10-30 പെണ്ണുങ്ങൾ പണിക്ക് ഇങ്ങനെ ഈ ഞാറ് നടാനും ഇതിനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കണം. ഭയങ്കര രസം, പല 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 കളറുകളേ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു 5-6 പേരൊക്കെയുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം മഴ പെയ്യുമ്പോൾ വീട്ടിലത്തെ പുതപ്പ് പുതച്ചിട്ട് ഞങ്ങളെല്ലാവരും, അപ്പോൾ 3-4 പേര്, പിന്നെ അതിലൊക്കെ ആരെങ്കിലൊക്കെ ഇങ്ങനെ പുതച്ചിങ്ങനെ അറിയത്ത് ഇങ്ങനെ ഇരിക്കും. പുതച്ചിങ്ങനെ ഇരുന്നിട്ട് ആ അകലാകാശത്തേക്കാണ് നോക്കും. അപ്പോഴുണ്ട് ഈ ആകാശത്ത് നോക്കുമ്പോൾ അറ്റത്ത് എല്ലാ പ്രാവശ്യവും നല്ല മഴ വരുന്ന ടൈമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷി, ഒരു വലിയൊരു കിളി വരും. അത് ആ ആകാശത്ത് നിന്നിട്ട് ഇതിങ്ങനെ, അത് നമ്മളിത് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കിടന്നിട്ട് അതിന് ചിറകിട്ട് അടിച്ചു കൊടുക്കും കുറേ നേരം. അപ്പം ഞങ്ങൾ അതിന് പേരിട്ടോണെന്നറിയോ? വിറയൻ ചാത്തൻ്റെ പേരിട്ടോണു അതിന്. വിറയൻ ചാത്തനെ കാലങ്ങളോളം, കുറേ വർഷങ്ങളോളം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ അന്തരീക്ഷത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചിറകിട്ട് അടിക്കും. കുറച്ച് കഴിഞ്ഞാൽ പോവും, പിന്നെ വീണ്ടും വരും. അങ്ങനെ പല പ്രാവശ്യം ഒരു ദിവസത്തിൽ വരും വിറയൻ ചാത്തൻ. മഴ പെയ്യുന്ന ടൈമില് വിറയൻ ചാത്തൻ എന്തിട്ട് കളിയെന്ന് അറിയില്ല, എന്ത് സംഭവം എന്നറിയില്ല. ഇപ്പോഴും നല്ല ഫോട്ടോ എടുത്തിട്ട് വിറയൻ ചാത്തനല്ലേ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഇങ്ങനെ പാടത്തേക്ക് എല്ലാവരും പണിക്കൊക്കെ പോകുമ്പോ അവരെ കളറുകള് എണ്ണാനായിട്ട് ഇങ്ങനെ എണ്ണും. ചെറുപ്പകാലത്ത് ഓരോ പ്രാന്തുകളുണ്ടല്ലേ. മറ്റേ അവിടെ കമ്പനി പിടിക്കുക പോയി നിൽക്കും. ഹൈവേ ആണ്, NH-47 ആണ് നമ്മുടെ വീടിൻ്റെ അതിലെ പോണത്. NH-47 അവിടെ പീടികളുണ്ട്. സ്വപ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ തൊട്ടുപുറത്തൊരു മുടി വെട്ട് കടയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കമ്പനി പിടിക്കും. ഞങ്ങൾ ഇവിടെ നടന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കും. അപ്പോൾ വണ്ടികളെണ്ണും. ഓരോരുത്തർക്ക് ഒരാൾ അംബാസഡർ കാറിൻ്റെ ആളുകളാണെങ്കിൽ വേഗം ഞാൻ ഫിയറ്റിൻ്റെ ആവും,
അല്ലെങ്കിൽ ഒരാൾ ലോറിയിലാവും, ബസ്സായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. അത് ഏറ്റവും കൂടുതൽ വണ്ടികൾ ആരെ ഇതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിക്കും. കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. ഞാൻ പറയുന്നില്ല ഇതായി വീഡിയോയിലും കൊറേ വട്ടം പറഞ്ഞിട്ട്, അല്ലാണ്ട് എന്നോടും ഇങ്ങനെ ഓരോ വട്ടം മഴ പെയ്യുമ്പോഴും എന്നോട് ഇങ്ങനെ ഇത് പറയും. അല്ല, മഴ പെയ്യുമ്പോഴുള്ള ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെയാണ്. പറയുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കണ പോലെ നമ്മൾ ഇരിക്കണേ, ആ എക്സ്പ്രഷനോട് കൂടി ഇരിക്കണം. അതാണ് ചേട്ടന്റെ ഒരു കുഴപ്പം. ഞാനിപ്പോ ഇത് കുറെ വട്ടം കേട്ടിട്ടുള്ളപ്പോൾ നമുക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ വേറെ എവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ആദ്യം തോണ്ടല്ല, ഒരു തോണ്ടലിലൂടെ കുഴിയാവും. അതുപോലത്തെ നോക്കണി ഇങ്ങോട്ട് നോക്കണി. അപ്പൊ അങ്ങനെ നോക്കി തന്നെ ഇരിക്കണം, എക്സ്പ്രഷൻ ഇട്ടിരിക്കണം. ആ എന്നിട്ട് അതെ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കണം. നീ എക്സ്പ്രഷൻ ഒന്നും വേണ്ട. തോമസ് മംഗലം ഇന്ന് അങ്ങോട്ട് എഴുതിയിട്ടുണ്ടല്ലേ, നമ്മുടെ ഇന്നത്തെ കമന്റിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ വെണ്ടക്കായ്കളൊക്കെ പല 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 മോഡൽ വെണ്ടക്കായൊക്കെ കാണിച്ചു കൊടുത്തില്ലോ. അപ്പം പണ്ട് പീടികളിൽ ഒരു ബിസ്ക്കറ്റ് ചെപ്പ് ഉണ്ടാവും, ബിസ്ക്കറ്റ് കുപ്പി ഉണ്ടാവും. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആകൃതിയിലുള്ള ബിസ്ക്കറ്റുകളായിരിക്കും. ABCD അല്ലേ? ABCD ഉണ്ടാവും, പല കുതിര ഷേപ്പ് തല, അങ്ങനെ മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ഷേപ്പ് തലകളും അതൊക്കെയുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാവും. ഇപ്പില്ലേ അതൊന്നും. അത് അതിന് കടിക്കാണ്ട് അതിന്റെ മറ്റേ സാധനം ഉണ്ടാക്കിയത്. ഏത് മറ്റേ സാധനം? തേനിലാവാ അല്ല, ഒരു മഞ്ഞ കളറായിരിക്കും, ഇങ്ങനെ ഒരു വട്ടം പോലെ, ഇങ്ങനത്തെ ഒരു ഷേപ്പില്. നാവ് ഇങ്ങനെ വെക്കുമ്പോ അതിങ്ങനെ അലിഞ്ഞു പോവും. ഒട്ടേറെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് മധുരമുള്ളത്. എന്റെ കാലഘട്ടത്തിൽ അതില്ല. അതൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്. നാളത് കണ്ടു എവിടെയോ ബേക്കറിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, പണ്ടത്തെ ഓർമ്മ. അയ്യോ അതിന്റെ പേരെന്തിട്ടാ? അതായത് എനിക്ക് തോന്നണം വെച്ചിട്ടുണ്ടെങ്കിലേ മൈദയും കോഴിമുട്ടയും പഞ്ചസാരയും വാനില എസൻസ് അങ്ങനത്തെ കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പാനിൽ ഇങ്ങനെ ഒരു തുള്ളി 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 ഒഴിക്കാവും. അത്രേ ഉള്ളോ? ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ, എന്നിട്ട് അടിവശം പരന്നിരിക്കും, ഇതിങ്ങനെ ഇരിക്കും. അങ്ങനത്തെ മഞ്ഞ കളറിലുള്ളത് ബിസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനെന്താ പേരാവോ? മനസ്സിലായാ? മനസ്സിലായിട്ടില്ല അല്ലേ ചേട്ടന്? ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും മനസ്സിലായി പറഞ്ഞോളം എന്തിട്ടാ അതിന്റെ പേരൊന്നും. പണ്ടെപ്പോഴൊക്കെയോ കഴിച്ചിട്ടുണ്ടത്. നമ്മുടെ ഈ കൂട്ടാൻ ഇറക്കി വയ്ക്കാം, വറ്റി 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 പോകുന്നുണ്ടോ നല്ല. ഇത് അടുപ്പത്ത് വയ്ക്കുന്നു, അല്ല അടുപ്പത്തല്ല, ഇത് ഇതിൽ വയ്ക്കുന്നു. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില. മൂടി നിർബന്ധമല്ലേ? മൂടി വയ്ക്കണ മൂടി കൊണ്ടിട്ടില്ലേ അല്ലേ? അല്ല, മൂടി വയ്ക്കണം നിർബന്ധമില്ലേ. പിന്നെ ഒരു കേട്ടാ ഒരു പൊട്ട് പച്ച വെളിച്ചെണ്ണ കേട്ടാ ഒഴിക്കും. അല്ല സ്വല്പം ഒഴിച്ചോ. അപ്പം ഈ കൂട്ടാൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ കൊള്ളി വേണം. കൊള്ളിക്ക് തള വന്നു തുടങ്ങിയ വരുന്നു. മഴക്കാലാകുമ്പോഴേ വേറെ ഒന്നും പറയാനൊന്നുമില്ല, ഇങ്ങനെ വർത്താനം പറയില്ലല്ലോ കാര്യം. നമ്മളിങ്ങനെ മഴേനെ നോക്കിയിരിക്കുക, അതാണ്. ഞാനവിടെ സമാധാനായിട്ട് പാട്ട് വെച്ചിട്ടിരിക്കുകയായിരുന്നു ബാക്കില്. അപ്പോഴാണ് കുറെ ഉള്ളി കൊണ്ട് നന്നോട് ഇരുന്ന് നന്നാക്കാം. നീ മഴ കണ്ടോ അതിന്റെ ഒപ്പം നന്നാക്കിക്കോ, അല്ല പറഞ്ഞിട്ട് അത് രസല്ലേ. കാലത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ടേ, പണികൾ വേഗം കഴിയും. ജഗ്ഗു 8 മണിയാകുമ്പോഴേക്കും പോണ കാരണം കൊണ്ട് ചോറും കൂട്ടാനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നല്ല മഴ. അപ്പൊ ഞങ്ങൾക്ക് എന്തിനാ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിയൊക്കെ വേഗമാവും. ഇപ്പൊ അതല്ല, ജഗ്ഗുവിനെ സ്കൂളിയെ 8 മണിക്ക് സ്കൂളിയെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറെ സമയം നോക്കുമ്പോ 10 മണിയായിട്ടുള്ളൂ. അങ്ങനെ കുറെ സമയം കിട്ടുന്നത്. പണികളൊക്കെ വേഗം കഴിയുന്നു, കാലത്ത് നേരത്തെ എണീക്കുന്നു. ഞാൻ നേരത്തെ എനിക്ക് യോഗയൊക്കെ ചെയ്തു കേട്ടാ. യോഗ ചെയ്ത് നടത്തൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ പറമ്പിൽ പോയിട്ട് കളച്ചു, കൂർക്കയ്ക്ക് വളർത്തു. ഇപ്പോൾ 2-3 വട്ടം കൂർക്ക നട്ടിട്ടില്ല, അതിനൊക്കെ വളർത്ത് കൊടുത്ത് വന്നു. അപ്പോഴേക്കും ജഗ്ഗുവിന് സ്കൂളിൽ കേട്ടില്ലല്ലോ. അത് അടിച്ചു വെച്ചിട്ടുള്ളതാ മുൻപ്. ഈ ചാള കൂട്ടാൻ ഇത് കൂട്ടിയിട്ട് പിടിക്കണം. ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ പോയിട്ട്? നീ ഉണ്ടാക്കിക്കോ. കൊള്ളി നന്നായി തിളയ്ക്കുന്നുണ്ട്, വേവട്ടെ. അത് നമ്മുടെ കൊള്ളിയിൽ നല്ല പാകമായി. ഇത് വെള്ളം ഊറ്റിയെടുക്കാൻ വേണമെങ്കിൽ ഞാനിത് എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഊറ്റിയെടുക്കുന്ന കേട്ടാ. നല്ല ടേസ്റ്റുള്ള കൊള്ളിയാണ്. സരിത ഇതിൽ നിന്നിട്ട് ഊറ്റല വീണ്ടും വെള്ളം. എങ്ങനെയുണ്ട് കൊള്ളി? അടിപൊളി കൊള്ളി, നല്ല ടേസ്റ്റുള്ള കൊള്ളി.
കഴിച്ചു നോക്കിയാ? അപ്പോൾ നമ്മുടെ കൊള്ളി കപ്പ ഇതങ്ങനെ ഊറ്റിയെടുത്തു. സരിത ഉണ്ടാക്കിയ മനോഹരമായ ചമ്മന്തി ഉണ്ട്. എന്തൊക്കെ കൂട്ടിയേ? അത് ചുമന്നുള്ളിയും പച്ചമുളകല്ല മറ്റേ കാന്താരി, പുളി ചേർത്തിട്ട് ആക്കിയിട്ടുള്ളതാണല്ലോ. ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ കൊള്ളി എടുക്കുകയാണ് കേട്ടോ. കൊള്ളി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ എടുത്തപ്പോൾ വേണ്ട, പൊളിഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് നല്ല കളർ വേണ്ട. അതാണ് അതിനുള്ള തെളിവ്. ഞാൻ കൊള്ളി ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. നീ എടുക്ക്. ചിലർക്ക് ചമ്മന്തിയാണ് ഇഷ്ടം. എൻ്റെ ചമ്മന്തി എടുക്ക്. റോസാപ്പൂ ചമ്മന്തി പോലെ ഉണ്ട്. നമ്മുടെ മറ്റേ ഈ മഴയത്ത് മുമ്പിൽ മമ്മൂട്ടി റോസാപ്പൂ ചമ്മന്തി, അതിൻ്റെ കളറ് പോലെ. എനിക്ക് ഈ ചമ്മന്തി കാണുമ്പോഴേ ഓർമ്മ വരണം എന്തിനാന്ന് പറയും. ഞാൻ എൻ്റെ ഒരു ഓർമ്മ പറയട്ടെ. ജഗ്ഗുവിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തേ എപ്പോഴും ഛർദിയാണല്ലോ. ഫുൾ ടൈം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഛർദിയാണ്. ഒറ്റ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനെ സിസേറിയൻ ചെയ്തിട്ട് അവനെ പുറത്തെടുക്കണ വരെ. പ്രഗ്നൻസി സ്റ്റോറിയിൽ ഞാനതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ തളർന്ന് കിടക്കുകയായിരിക്കും. എപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഈ ചമ്മന്തിയുടെ ഒരു ഓർമ്മ വരും. ഈ ചമ്മന്തി കിട്ടുകയാണെങ്കിൽ ഇത്തിരി ചോറിനാൻ പറ്റും എന്നിങ്ങനെ തോന്നും. അപ്പം ഞാൻ അമ്മേടെ അടുത്ത് പറയും. അപ്പം അമ്മ പാവം വേഗം ഉണ്ടാക്കി വരും. എങ്ങനെയെങ്കിലും അങ്ങനെ 2 വറ്റ് വൈറ്റ് ചെല്ലട്ടെ വിചാരിച്ചിട്ടേ വേഗം ഈ ചമ്മന്തി ഉണ്ടാക്കി വരും അമ്മ. അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നല്ല, ഭയങ്കര ടേസ്റ്റ്. അമ്മ പിന്നെ മിക്സിയിൽ അരയ്ക്കൊന്നല്ല ചെയ്യുക. മിക്സിയിൽ അരച്ചാലും ചിലപ്പോൾ കയ്യിലിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ അരച്ച് അങ്ങനെയാവും ചെയ്യുക. എങ്ങനെയാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ അമ്മ ഈ ചമ്മന്തി. ഈ സെയിം സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അമ്മ ഉണ്ടാക്കുക. അപ്പോൾ ഇത് കുറച്ച് ചോറ് വയ്ക്കും, ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിക്കും, അതിൽ ഇത്തിരി തൈര് ഒഴിക്കും, ഈ ചമ്മന്തി ഇത്തിരി, എന്നിട്ട് ഇങ്ങനെ ആ ചോറിനിങ്ങനെ പീച്ച് ഇതാക്കിയിട്ട് വലിച്ചു കുടിക്കും. കടിച്ച് തിന്നാനൊന്നും പറ്റില്ല, അപ്പോഴേക്കും ഇങ്ങോട്ട് എടുക്കും. എന്നാലും കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഛർദ്ദിച്ച് പോവും. എന്നാലും അത് കഴിച്ചാൽ സമയത്ത് കഴിക്കാൻ തോന്നുമ്പോഴേ അപ്പം അങ്ങനെ ഈ ചമ്മന്തി ഞാൻ ചാള കൂടെ എടുക്കട്ടെ. എടുത്തോ, എന്തിനെടുക്കാണ്ടിരിക്കണേ? അല്ല ഞാൻ എൻ്റെ അനുവാദം കിട്ടാൻ നോക്കിയിരിക്കുക. ഞാൻ നീ പറഞ്ഞിട്ട് എടുക്കാൻ വെച്ചിട്ടാ. അങ്ങനെ നമ്മുടെ സജീവൻ്റെ, ആലപ്പുഴയുള്ള സജീവൻ്റെ ചാള കൂട്ടാനും എൻ്റെ കപ്പയും. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഭയങ്കര ചൂട്. നമ്മുടെ മീൻ കൂട്ടാൻ അടിപൊളിയാണ് കേട്ടോ. കൊള്ളിയിലങ്ങോട്ട് ഉടച്ച് ചൂട്ടോടെ നിന്ന് കഴിക്കട്ടെ. മഴയിൽ നിന്ന് നോക്കിയാൽ നല്ല എരിവും നല്ല പുളിയും ഉണ്ട് ചമ്മന്തി. എൻ്റെ അമ്മയെ സൂപ്പർ ചാള കൂട്ടാൻ. അല്ല, ഞാനിതിനെ പറ്റി പറയണു ചേട്ടാ, അതിനെ പറ്റി പറയണു. നമ്മുടെ അക്കാദമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തിനെ കുറിച്ചിട്ടായിരിക്കും പറയണ്ടാവാ. നമ്മുടെ സംഗീത അക്കാദമിയിലേ ഇതുണ്ടാവും, മറ്റേ ഈ ഇറ്റ്ഫോക്ക് ഉണ്ടാവും, അന്താരാഷ്ട്ര നാടകോത്സവം ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ മറ്റേ വലിയ കുറേ ജില്ലക്കാർ വന്നിട്ട് അവിടെ ഈ കുടുംബശ്രീക്കാരൊക്കെ തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള ആളുകൾ വന്നിട്ട് ഓരോ സ്റ്റാളുകളുണ്ട് അവർക്ക് പാചകത്തിൻ്റെ. അപ്പോൾ അവർക്ക് ഈ കപ്പയും ചാള കൂട്ടാനുണ്ടാവും. നമ്മൾ എൻജോയ് ചെയ്യാറില്ലേ? പലരും പല ടേസ്റ്റാണ്, പല ജില്ലക്കാരും പല ടേസ്റ്റാണ് ഉണ്ടാവുക. അതിപ്പോൾ ഓർമ്മ വരെ ഈ സാധനം കഴിക്കുമ്പോൾ അടിപൊളി കൊള്ളി, അടിപൊളി ചാള കൂട്ടാൻ. പിന്നെ അവരുണ്ടാക്കുമ്പോൾ അതുപോലെ കട്ടിച്ചാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ അല്ല, ചുമപ്പ് കളറിലല്ലേ അതന്നെ, ഒരു മീൻ വറ്റിച്ചത് അങ്ങനത്തെ ആയിരിക്കും. ഇത് അടിപൊളി കേട്ടാ. ഇത് ഇത്തിരി കഴിച്ചു നോക്കിയാ അത് കഴിക്കാം. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ടേ ഇതെനിക്കറിയുന്നത് അതും അറിയണല്ലേ. ഇതിൻ്റെ ഒപ്പം കട്ടൻ ചായ കൂടി വേണം ഉച്ചരിഞ്ഞ് കഴിക്കാൻ. അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന സാധനം അത്. എനിക്കറിയാം. ഇങ്ങനത്തെ ചമ്മന്തി ആകുമ്പോഴേ ഇങ്ങനെ ആക്കണ്ട, വേണ്ട, വലിയ കഷ്ണങ്ങളായിട്ട് മതി. അപ്പം അതിങ്ങനെ മുക്കി കടിച്ച് തിന്നാം.
ചാള അങ്ങനെ ചെറുതായിട്ട് ആക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇടാം. ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ജഗു നന്നായിട്ട് കഴിക്കും. ചില കൊള്ളിയുണ്ട് കേട്ടോ, കളുകൾ ഇങ്ങനെ ആ ഉള്ളത്. ബാക്കിയൊക്കെ നല്ലതാ. ഇത് ഉഗ്രം കൊള്ളിയേ, നല്ല കൊള്ളിയല്ലേ. ഞാൻ എത്ര നല്ല കൊള്ളി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ആളുകളെ കൊതിപ്പിച്ചത് മതി. അപ്പം നിർത്താം. അടിപൊളി കൂട്ടാനാണ്. ഈ കൂട്ടാൻ്റെ ഷോർട്സ് നമുക്ക് എടുക്കാം. ആ അപ്പം നല്ല എല്ലാവരും വെച്ച് നോക്കിക്കോ. നിർത്താം.